മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഇന്നും 43-ാം അധ്യായത്തിലൂടെ കടന്നു പോകുകയാണ്. 43-ാം അധ്യായത്തിലെ 1-ാം വാക്യം, അതിലുള്ള ഒരു പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഈ ദിവസങ്ങളിൽ ദൈവവചനം ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചാലും 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 43-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ, എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. ദേശം മുഴുവൻ വ്യാപരിച്ച കഠിനമായ ക്ഷാമം അനേക പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഇതിനു മുൻപ് ഓർത്തതാണ്. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ തലത്തിൽ ഒരു കാര്യമൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. സഹോദരന്മാർക്ക് യോസഫിനെ വ്യത്യസ്തമായ 2 നിലകളിൽ മനസ്സിലാക്കുവാൻ ഈ ക്ഷാമകാലം ഉപയോഗപ്പെട്ടു. ആദ്യത്തെ അനുഭവം അവർ യോസഫാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല മനസ്സിലാക്കിയത്. അതെന്താണ്? യോസഫിനെ ഒരു ഭരണാധികാരിയായി അവൻ്റെ ഔന്നത്യത്തോടുകൂടെ തങ്ങളുടെ സഹോദരനാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപാണെങ്കിലും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ ക്ഷാമകാലത്ത് ആഹാരം കൈക്കൊള്ളുവാൻ, അത് വാങ്ങുവാനായിട്ട് അപ്പൻ്റെ അടുക്കൽ നിന്ന് വരുമ്പോൾ അവർ യോസഫിൻ്റെ മുൻപിൽ എത്തപ്പെടുന്ന ചരിത്രം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അവർ കണ്ടത് വ്യത്യസ്തനായിരിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ്. നോക്കുക, എത്രമാത്രം പ്രതാപവാനായിട്ടുള്ള ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ രണ്ടാമനായി വിലസുന്ന ഒരു അധികാരത്തിൻ്റെ സർവ്വ അധികാരങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അവർ കാണുകയാണ്. അവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവർക്ക് ഭയമുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള ബഹുമാനം അവർക്ക് അവനോടുണ്ട്. എന്നാൽ ഓർക്കുക, അപ്പോഴൊന്നും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. സഹോദരന്മാരെ യോസഫിന് മനസ്സിലായെങ്കിൽ തന്നെയും യോസഫ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് വരെ അവർക്ക് യോസഫിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. തങ്ങളുടെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് മുൻപാണെങ്കിലും യോസഫ് എന്ന പ്രതാപശാലിയായിട്ടുള്ള, യോസഫ് എന്ന മിസ്രൈമിൻ്റെ രണ്ടാമനായിട്ടുള്ള, അധികാരങ്ങൾ കയ്യിലുള്ള ഒരു വലിയ മനുഷ്യനായിട്ട് യോസഫിനെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ചിത്രമെന്ന് പറയുന്നത് അവർക്ക് യോസഫ് തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോഴുള്ള ചിത്രമാണ്. അവിടെ അവർ കണ്ടത് സ്നേഹവാനായ, ക്ഷമിക്കുന്നവനായ, തങ്ങളെ ചേർത്ത് പിടിക്കുന്നവനായ, തങ്ങൾക്ക് നന്മ നൽകുന്നവനായ, ദേശം അവകാശമായി കൊടുക്കുന്നവനായ, അപ്പനെയും മറ്റുള്ളവരെയും ആ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ മനസ്സ് കാണിക്കുന്നവനായ, തങ്ങൾ ചെയ്ത സകല അതിക്രമങ്ങളും ക്രൂരതകളും അവരോട് ക്ഷമിച്ച് ദൈവത്താൽ താൻ ആക്കി വയ്ക്കപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടുകൂടെ സംസാരിക്കുന്ന ഉത്തമനായ സ്നേഹനിധിയായ ഒരു സഹോദരനെയാണ് ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇത് രണ്ടും നമ്മുടെ കർത്താവിൻ്റെ 2 വ്യത്യസ്തമായ ചിത്രങ്ങളായി നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് ക്രിസ്തുവിനെ നാം കാണേണ്ടത് ഏറ്റവും ഉന്നതനായിട്ടുള്ളവനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ഏറ്റവും താണവനായി നമുക്ക് പാപമൊഴികെ തുല്യനായി ഇറങ്ങി വന്നുവെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം വലുതാണ് എന്ന് കർത്താവിനെ അറിയുന്തോറും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിൽ എത്രയോ വാക്യങ്ങൾ
ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, അത് വളരെ വ്യക്തമായി തിരുവചനത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. ഉദാഹരണമായിട്ട് എബ്രായ ലേഖനത്തിലേക്ക് മാത്രം വന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശ്രേഷ്ഠനായ മഹാപുരോഹിതനായിട്ടാണ്. തന്നെയുമല്ല, എല്ലാവരേക്കാളും ഉന്നതനായ ദൈവത്തിൻ്റെ മഹോന്നതനായ പുത്രനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. യോഹന്നാനിലേക്ക് വരിക, അവിടെ നമുക്ക് ദൈവമായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ചിത്രമാണ് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുക. ആദ്യ അധ്യായങ്ങൾ തന്നെ സ്വർഗത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെടുന്ന സ്വർഗീയ ദർശനം തരുന്ന കർത്താവായി നമുക്കവിടുത്തെ കാണുവാൻ കഴിയുന്നു. ക്രിസ്തു ഏറ്റവും ഉന്നതനാണ്. ക്രിസ്തു ഏറ്റവും മഹത്വവാനാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് തിരുവചനം കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് മുൻപിൽ കീഴടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിൻ്റെ ഔന്നത്യം എത്ര ഉന്നതമാണ് എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇതിൻ്റെ മറുഭാഗം കൂടെ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ഉന്നതനാണെങ്കിലും അവിടുന്ന് ദൈവമാണെങ്കിലും നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി താണിറങ്ങി വന്ന് ആ വീണ്ടെടുപ്പിൻ്റെ വേല പൂർത്തീകരിക്കുന്ന സ്നേഹനിധിയായ രക്ഷിതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും ആധാരം ക്രിസ്തുവിൻ്റെ താഴ്ചയാണ്. തന്നെയുമല്ല, നാം വരുവാൻ പോകുന്ന ലോകത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന സകല നന്മകളുടെയും ആധാരം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാണുമെന്നുള്ളതാണ്. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ചിത്രമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നമ്മുടെ പൊന്നു കർത്താവ്. അവിടെ നമ്മളെ സ്നേഹിക്കുന്നവനാ, നമ്മെ ചേർത്ത് പിടിക്കുന്നവനാ, ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും നമ്മോടൊപ്പം ഇറങ്ങി വരുന്നവനാ. നോക്കുക, ഈ രണ്ടാമത്തെ ചിത്രം മറന്നു പോകരുത്. ഇത് രണ്ടും ഒന്നാക്കി വയ്ക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിനെ ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഏറ്റവും ഉന്നതനായ ക്രിസ്തു, ഏറ്റവും ശ്രേഷ്ഠനായ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യവേഷത്തിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയുടെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായി നിന്ന് അവിടുത്തെ പ്രാണൻ കൊടുക്കുന്ന ആത്മസ്നേഹിതനാണ്, വീണ്ടെടുപ്പുകാരനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോട് ഞാൻ പറയട്ടെ, ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് കർത്താവിന് ഈ രണ്ട് ചിത്രങ്ങൾ കാണുവാൻ കഴിയുക മാത്രമല്ല, ആ കർത്താവിനോട് നന്ദി പറയാനായിട്ട് കഴിയണം, ആ കർത്താവിനെ സ്തുതിപ്പാനായിട്ട് കഴിയണം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി ഏറ്റവും താഴ്ച അനുഭവിച്ച കർത്താവായ യേശു ക്രിസ്തു, അവിടുത്തെ സ്നേഹത്തിന് മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ ജീവിതത്തിൽ യേശുവുണ്ടോ? അങ്ങയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കർത്താവിന് മാത്രമേ അങ്ങയുടെ പാപഭാരത്തിൽ നിന്ന് അങ്ങേ വീണ്ടെടുപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ജീവിതത്തിൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് വിളിക്കുമ്പോൾ ഏറ്റവും ഉന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ അങ്ങയുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യും. അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഏറ്റവും വലിയ നന്മകളുടെ തുടക്കമാണ് എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. ഈ ചിന്തകൾ അങ്ങയുടെ ഹൃദയത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.